നേരെ പോകുന്നത് പാലക്കാട്ടേക്കാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിരുന്നു പാലക്കാട് ജില്ല. സച്ചിൻ വള്ളിക്കാട് കൂടെ ചേർന്നു. സച്ചിൻ, വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്ത് ചിന്തിക്കുന്നു പാലക്കാട്? തീർച്ചയായും വിൻഷ അത് തന്നെയാണ്. കാരണം പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിൻഷ പറഞ്ഞതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്നതാണ്. ഏറെ രാഷ്ട്രീയ ചർച്ചകളും പാലക്കാടിനെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നതാണ്. അതിനാൽ തന്നെ കേരളം ഉറ്റുനോക്കുന്ന ഒരു ജില്ലയായി പാലക്കാട് മാറിയിട്ടുണ്ട്. 76.8% പോളിംഗ് ആണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ 1.5% കുറവാണ് പാലക്കാട് ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. എന്നാൽ പോലും മികച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ എല്ലാം ഉള്ളത് തന്നെ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് LDFിൻ്റെ കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ LDFിന് മൃഗീയമായ ഭൂരിപക്ഷമാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അത് ഇത്തവണയും നിലനിർത്തും. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തിരിച്ചു പിടിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു LDFിൻ്റെ പ്രചാരണങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ് LDF പാലക്കാട് ജില്ലയിലും പ്രചരണായുധമായി ഉപയോഗിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ 31 ഡിവിഷനുകളാണുള്ളത്. കഴിഞ്ഞ തവണ 30 ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 27 പിടിച്ചത് LDF തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട 3 പുതുതായി ഇത്തവണ കൂട്ടിച്ചേർക്കപ്പെട്ട 1 അടക്കം 31 ഡിവിഷനും ഇത്തവണ പിടിച്ചെടുക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് LDFിൻ്റെ പ്രചരണങ്ങളും അതേപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് നഗരസഭകൾ പരിശോധിക്കുമ്പോൾ 7 നഗരസഭകളിൽ 5ഉം LDFിൻ്റെ കയ്യിലാണുള്ളത്. അതിൽ മണ്ണാർക്കാട് UDFും അതേപോലെ തന്നെ പാലക്കാട് BJPയുമാണ് നിലവിൽ ഭരിക്കുന്നത്. അതിനാൽ തന്നെ പാലക്കാട് നഗരസഭയാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു നഗരസഭ. കാരണം BJP കേരളത്തിൽ 2 നഗരസഭകളിലാണ് ഭരണത്തിലുള്ളത്. ഒന്ന് പന്തളവും ഒന്ന് പാലക്കാടുമാണ്. പാലക്കാട് കഴിഞ്ഞ തുടർച്ചയായി 10 വർഷത്തോളമായി BJPയാണ് ഭരിക്കുന്നത്. BJPയിൽ നിന്നും പാലക്കാട് നഗരസഭ ഇത്തവണ പിടിച്ചെടുക്കും എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് LDFിനുള്ളത്. കാരണം കഴിഞ്ഞ തവണകളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് വലിയ രീതിയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം പാലക്കാട് നഗരസഭയിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അത് ഈ ഇത്തവണ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ മുതൽക്കൂട്ടാവും എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് LDFിനുള്ളത്. കഴിഞ്ഞ തവണ അതായത് BJP 10 വർഷത്തോളം പാലക്കാട് നഗരസഭ ഭരിച്ചിട്ട് യാതൊരു വികസന ക്ഷേമ പ്രവർത്തനങ്ങളും പാലക്കാട് നഗരസഭയിൽ ഇല്ലായിരുന്നു. അതിനാൽ തന്നെ BJPക്ക് ഇത്തവണ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത്. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ അല്ലായിരുന്നു പാലക്കാട് നഗരസഭയിലെ BJPയുടെ സ്ഥാനാർത്ഥി നിർണയം. വലിയ രീതിയിലുള്ള തമ്മിലടി തന്നെ ഉണ്ടായിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥികളെ BJPക്കാർ തന്നെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമവും ആദ്യഘട്ടങ്ങളിലെല്ലാം ആരംഭിച്ചിരുന്നു. അതെല്ലാം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുള്ള ഒരു മേഖല തന്നെയാണ്. അതിനാൽ തന്നെ UDFിൽ നിന്നും മണ്ണാർക്കാട് നഗരസഭയും പിടിച്ചെടുക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് പ്രചരണങ്ങളടക്കം മുന്നോട്ട് പോയിട്ടുള്ളത്. UDFിനെയും BJPയെ സംബന്ധിച്ചിടത്തോളം പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായും UDFിനെയാണ് ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിൽ പ്രതിസന്ധി ബാധിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ളത്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളടക്കമുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്യുമെന്ന് LDFിൻ്റെയും BJPൻ്റെയും എല്ലാം നേതാക്കൾ കഴിഞ്ഞ തവണയെ വ്യക്തമാക്കിയിരുന്നു. ശക്തമായ ഒരു തിരിച്ചടി രാഹുൽ വിഷയത്തിൽ UDFിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പാലക്കാട് നഗരസഭയിലടക്കം പാലക്കാട് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലും UDFിൻ്റെ സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. ആ സമയത്തെല്ലാം വലിയ രീതിയിലുള്ള വീരവാദങ്ങൾ മുഴക്കുകയായിരുന്നു രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് രാഹുലിനെതിരെ നേരിട്ട് യുവതി പരാതി നൽകുന്നത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസം വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വന്ന രാഹുൽ ഇപ്പോൾ വീണ്ടും ഒളിവിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് പാലക്കാട് ജില്ലയിലും ഉള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ തമ്മിലടി തന്നെയാണ് പാലക്കാട് ജില്ലയിലും പ്രതിസന്ധിയായിട്ട് ഉള്ളത്. പാലക്കാട് ജില്ലയിൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടെ മറ്റു ജില്ലകളിലെ പോലെ തന്നെ 8 മണിയോടുകൂടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 20 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. വിൻഷ.